വസന്തകുമാർ രാമൻ ബ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. കൽപ്പവൃക്ഷത്തിൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ചാണ് അഥവാ തെങ്ങിൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. തെങ്ങിൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ച് ഒരു കഥ തന്നെയുണ്ട്. പണ്ട് ഒരിക്കൽ മഹാദേവൻ തപസ്സനുഷ്ഠിക്കാൻ കൈലാസത്തിൽ നിന്നും മാറി വനപ്രദേശത്ത് പോയി. അദ്ദേഹം തപസ്സിൽ ലീനനായി നാളുകൾ പോയതറിഞ്ഞില്ല. ഈ സമയം ദേവി പതി പരമേശ്വരനെ കാണാത്തതിൽ വിഷമിച്ചിരിക്കുകയായിരുന്നു. മഹാദേവൻ തപസ്സിൽ നിന്നുണർന്നപ്പോൾ കാര്യം മനസ്സിലായി. അദ്ദേഹം വേഗം ഭഗ്നിയെ സന്തോഷിപ്പിക്കുന്നതിനായി പുറപ്പെട്ടു. അദ്ദേഹം ഒരു സമ്പൂർണ്ണ കുടത്തിൽ അല്പം അമൃതെടുത്ത് അത് പട്ടുകൊണ്ട് പൊതിഞ്ഞ് കെട്ടി ഭദ്രമാക്കി കാഴ്ചയ്ക്ക് ആകർഷണീയമാക്കി അതും കൊണ്ടുവന്നു. അപ്പോൾ ദേവി നിർനിമേഷയായി തന്നെ നോക്കിയിരിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. മഹാദേവൻ വന്ന പാടെ ആ പൊതി ദേവിയുടെ കയ്യിൽ കൊടുത്ത് പറഞ്ഞു, ഇതാ, ഇത് ഭഗവതിക്കുള്ള ഒരു നല്ല പാരിതോഷികമാണ്. ഇത് വളരെ ഗുണം ചെയ്യുന്ന ഒന്നാണ്. ദേവി ഭക്തിപൂർവം 2 കൈയും നീട്ടി അത് വാങ്ങി. കണ്ണിലും നെറ്റിയിലും സ്പർശിച്ചു. അത് മണ്ണിൽ കുഴിച്ചിട്ടു. അത്ഭുതമെന്ന് പറയട്ടെ, അത് കിളിർത്ത് പൊങ്ങി ഒരു ഒറ്റത്തടി വൃക്ഷമായി പൂത്തു കായ്ച്ച് ഇന്ന് നമ്മൾ കാണുന്ന തെങ്ങ് പോലെയായി. ആ കായ്കൾ ദേവിയുടെ ഗാത്രം പോലെ മനോഹരമായി തോന്നി. അത് ഗൗരി ഗാത്രം, ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ഗൗളി പാത്രം എന്ന പേരിൽ അറിയപ്പെട്ടു. അതിൻ്റെ തേങ്ങകളിൽ നിന്നും തൈകൾ ധാരാളമായി ഉണ്ടായി. അതിൻ്റെ കരിക്ക് അമൃത് പോലെ പരിശുദ്ധമായ പാനീയമാണ്. കരിക്ക് ദിവസവും 1 വീതം കുടിക്കുന്നവർക്ക് യൗവനം നിലനിൽക്കുമെന്നാണ് പണ്ട് പറയുന്നത്. തെങ്ങിൻ്റെ എല്ലാ ഭാഗവും പ്രയോജനപ്രദമാണ്. ഒരു ഭാഗവും ഉപയോഗശൂന്യമായിട്ടില്ലെന്ന് കാണാം. തെങ്ങിൻ പൊറ്റ തീയരിക്കാനും കൊല്ലന്മാർക്ക് ആലയിൽ ഉപയോഗിക്കാനും നല്ലതാണ്. തടി പുര പണിയാനും തീയരിക്കാനും കൊള്ളാം. അയ്യപ്പ പ്രീതിക്കായി ആഴി നടത്തുമ്പോൾ തെങ്ങിൻ വിറക് കൊണ്ടാണ് ഉപയോഗിക്കുന്നത്. ഇത് തെങ്ങിൻ്റെ പരിപാവനത്വം കൊണ്ടാണ്. മറ്റു വിറകുകൾ ഉപയോഗിക്കാറില്ല. ഓലമടൽ തീയരിക്കാൻ കൊള്ളാം. തെങ്ങോല പുരമെയ്യാനും വേലി മറയ്ക്കാനും കുടിൽ കെട്ടാനുമൊക്കെ ഉപയോഗിക്കുന്നു. കൊതുമ്പും കോഞ്ഞാട്ടയും കൊഴിഞ്ഞിലുമെല്ലാം തീയരിക്കാൻ കൊള്ളാം. ബലിയാദി കർമ്മങ്ങൾക്ക് കൊതുമ്പ് മാത്രമാണ് തീയരിക്കാൻ ഉപയോഗിക്കുക. തേങ്ങ തിന്നാനും കറി വയ്ക്കാനും പലഹാരത്തിനുമെല്ലാം ഉപയോഗിക്കുന്നു. കൂടാതെ തേങ്ങ ആട്ടി വെളിച്ചെണ്ണയെടുത്ത് ഉപയോഗിക്കുന്നു. പാചകത്തിനും തലയിൽ തേയ്ക്കാനും ഉപ്പേരി വറക്കാനുമൊക്കെ വെളിച്ചെണ്ണ വളരെ മെച്ചമാണ്. വിവാഹാദി സൽക്കർമ്മങ്ങൾക്ക് തെങ്ങിൻ പൂക്കുല പറയ്ക്കുന്നളവിൽ അലങ്കാരമായി ഉപയോഗിക്കുന്നു. അത് ക്ഷേത്രങ്ങളിൽ പറയെടുപ്പിനും ഉപയോഗിക്കുന്നു. തെങ്ങിൻ്റെ ഏത് ഭാഗവും ഉപയോഗപ്രദമാണ്. കുരുത്തോല അലങ്കാരത്തിന് ഉപയോഗിക്കുന്നു. ചകിരി ാക്കി പല കാര്യങ്ങൾക്കും ഉപയോഗിക്കുന്നു. ചിരട്ടകൾ പലതരത്തിലുള്ള കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കുന്നതിന് ഉപയോഗിക്കുന്നു. ക്ഷേത്രകാര്യങ്ങൾക്ക് നാളികേരം ഒഴിച്ചുകൂടാനാവാത്ത ഒന്നു തന്നെയാണ്. ശബരിമലയിൽ പോകുന്ന ഓരോ അയ്യപ്പ ഭക്തന്മാരും നെയ്ത്തേങ്ങ കൊണ്ടുപോകുന്നു. കൂടാതെ ദോഷമുക്തിക്കായി നാളികേരം എറിഞ്ഞുടയ്ക്കുന്ന പതിവുമുണ്ട്. തടസ്സങ്ങൾ മാറിക്കിട്ടാൻ ഗണപതിക്ക് നാളികേരം അടിക്കുക എന്നുള്ളതും ഒരു ചടങ്ങാണ്. അതുപോലെ ചില ദേവീക്ഷേത്രങ്ങളിൽ മുട്ടിറക്കാനും മറ്റും നാളികേരം പ്രധാനമാണ്. പ്രസവാനന്തര ദേഹരക്ഷയ്ക്കായി തെങ്ങിൻ പൂക്കുല ഉപയോഗിക്കുന്നു. സ്വർഗത്തിൽ നിന്നും ഭൂമിയിൽ പതിച്ചതാണ് നാളികേരവും
അടയ്ക്കയും എന്ന് വിശ്വസിക്കപ്പെടുന്നു. അതുകൊണ്ടാണ് ക്ഷേത്രാധികാരികൾക്ക് നാളികേരവും അടയ്ക്കയും പ്രധാനമായത്. പൂർവകാലത്ത് നാളികേരത്തിൻ്റെ ആവശ്യത്തിന് തെങ്ങുകൾ തലചാച്ചിരുന്നു എന്ന് പൂർവികർ വിശ്വസിക്കപ്പെട്ടിരുന്നു. എന്നാൽ അശുദ്ധിയായ സ്ത്രീയുടെ സ്പർശം മൂലം ആ സ്ഥിതി മാറി എന്നും വിശ്വസിക്കപ്പെടുന്നു. പ്രകൃതി നമുക്കൊരുക്കി വച്ചിരിക്കുന്ന ഒരു നല്ല വിഭവമാണ് നാളികേരം. അടുത്ത കാലം വരെ തെങ്ങ് കൃഷിയിൽ കൂടി ജീവിതം മുന്നോട്ട് നീക്കിയ ഒരുപാട് കുടുംബങ്ങൾ കേരളത്തിലുണ്ട്. ചകിരി കൊണ്ട് കയറ് വിരിച്ചും നാളികേരം ഉണക്കി കൊപ്രയാക്കിയും ചിരട്ട കൊണ്ട് കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കിയും മറ്റും ജീവിതമാർഗം സുരക്ഷിതമാക്കിയിരുന്നു. കാളം വിറ്റ് ഓണം ഉണ്ണുക എന്ന ചൊല്ലിന് വളരെ പ്രാധാന്യമുണ്ട്. ഒരു കാലത്ത് തെങ്ങ് കയറിയാൽ പൊയ്യാൽ തേങ്ങ എന്ന് പറയുന്ന രീതിയിൽ ഉണക്ക തേങ്ങകൾ മാറ്റിയിടുമായിരുന്നു. ആ തേങ്ങയാണ് ഓണാഘോഷത്തിനുള്ള ധനം കണ്ടെത്തിയിരുന്നത്. ഇന്ന് തെങ്ങ് കൃഷിയുടെ അവസ്ഥ എങ്ങനെ ആയിരിക്കുന്നു എന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട്. ഒരു കാലത്തെ ജീവിതം തന്ന തെങ്ങിനെ നാം എങ്ങനെ പരിഗണിക്കുന്നു എന്നുള്ളത് വളരെ ദുഃഖമുണ്ടാക്കുന്ന ഒരു കാര്യം കൂടിയാണ്.